ഹലോ എവ്രിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു എഡിറ്റോറിയലാണ്. അപ്പം ഈ എഡിറ്റോറിയലിൽ വൊക്കാബുലറി ആയിരിക്കും നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് സെബി, അതേപോലെ തന്നെ സുപ്രീം കോർട്ടിൻ്റെ തീരുമാനം ഓവർ സെബി, അതിനെക്കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത്. അപ്പം നമുക്ക് ആർട്ടിക്കിളിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു എഡിറ്റോറിയൽ ഇത് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ചരിത്രം അറിയണം ഇതിനെക്കുറിച്ച്. ഇത് എന്തിനാണ്, എന്തുകൊണ്ട് എഴുതി എന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില എഡിറ്റോറിയൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെറും വേർഡ്സ് കിട്ടിയാൽ മാത്രം പോരാ. വേർഡ്സ് അതേപോലെ വൊക്കാബുലറി കിട്ടിയാൽ നമുക്ക് ചിലപ്പം ആർട്ടിക്കിൾ മനസ്സിലാകും, പക്ഷെ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം. അപ്പം എന്തിനാണ് സെബിയെ ഷീൽഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം, എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഇതിന് നമുക്ക് അറിയേണ്ടത് ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടാണ്. സോ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് വന്നത് കഴിഞ്ഞ വർഷമായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അതിനകത്ത് ഒരു അലിഗേഷൻ, ആരോപണമുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്റ്റോക്ക് പ്രൈസസിൽ മാനിപ്പുലേഷൻസ് നടത്തി എന്നുള്ളതും. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് സുപ്രീം കോർട്ടിൽ കുറേ പെറ്റീഷൻസ് വന്നു, ഇതിന് ഒരു പരിഹാരം കാണണം, അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അപ്പോയിൻറ്റ് ചെയ്യുകയോ ഇത് അന്വേഷിക്കാൻ, അതല്ലെങ്കിൽ ഇത് നേരിട്ട് CBIക്ക് വിടുകയോ ചെയ്യണം എന്നുള്ളതായിരുന്നു ഡിമാൻഡ് ഈ പെറ്റീഷനേഴ്സിൻ്റെ. അപ്പം സുപ്രീം കോർട്ട് അതിൻ്റെ ആ റൂളിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പം വാട്ട് എവർ സെബി ഈസ് ഡൂയിങ്, സെബി എന്താണോ ഇപ്പം ചെയ്യുന്നത് സെബി അത് കണ്ടിന്യൂ ചെയ്യട്ടെ എന്നുള്ളത് പറഞ്ഞിട്ടാണ് അദാനി ഗ്രൂപ്പിൻ്റെ എന്തൊക്കെ ഈ പറയുന്ന മാനിപ്പുലേഷൻസ് ഉണ്ട് അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് സെബി. സോ ലെറ്റ് സെബി എന്ന് പറയുന്ന റെഗുലേറ്ററി ബോഡി അതിൻ്റെ വർക്ക് ചെയ്യട്ടെ എന്നുള്ളതാണ് ഇപ്പം സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ആർട്ടിക്കിളാണ് ഈ നമ്മുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേർഡ്സ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് വേർഡ് തന്നെ, അതായത് ഹെഡിങ്ങിലുള്ള ഫസ്റ്റ് വേർഡ് തന്നെ എന്താണ്? ഷീൽഡിങ് എന്നാണ്. ഷീൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇഫ് യു ആർ ഷീൽഡിങ് സംബഡി ഫ്രം സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഷീൽഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സെബിയെ ഷീൽഡ് ചെയ്തു എന്നാണ് എഡിറ്റർ പറയുന്നത്. ആരോ ഷീൽഡ് ചെയ്തു, ഇല്ലേ? ഇറ്റ് ഷുഡ് ബി സുപ്രീം കോർട്ട് ഇവിടെ ഇതിനർത്ഥം ഉദ്ദേശിക്കുന്നത്. അടുത്ത നമുക്ക് ലൈൻ നോക്കിയാലോ. സുപ്രീം കോർട്ട്, SC എന്നുള്ള സുപ്രീം കോർട്ട് ഷുഡ് ഹാവ് പുഷ്ഡ് ഇറ്റ് ടു ഡു മോർ വൈൽ നോട്ട് റിവ്യൂവിങ് പോളിസി ആക്ഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സുപ്രീം കോർട്ട് ഷുഡ് ഹാവ് പുഷ്ഡ് ഇറ്റ് ടു ഡു മോർ വൈൽ നോട്ട് റിവ്യൂവിങ് പോളിസി ആക്ഷൻസ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കിയാലോ. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യാസ് റൂളിംഗ് ഓൺ എ ബാച്ച് ഓഫ് പെറ്റീഷൻസ് ഫയൽഡ് ഇൻ ദ വെയ്ക്ക് ഓഫ് a US-based short sellers allegations of malfeasance, including stock price manipulation at the Adani group of companies, has squarely tossed the ball back to the market's regulators court എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് സെൻറ്റൻസിൽ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യാസ് റൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? ഡിസിഷൻ, ഒരു ജഡ്ജ് തീരുമാനമെടുക്കുമ്പോൾ ഒരു ഡിസിഷൻ ഡൺ ഓർ മെയ്ഡ് ബൈ ദ ജഡ്ജ് ആണെങ്കിൽ നമ്മളതിനെ റൂളിംഗ് എന്ന് പറയും. വിധി അതാണ് നമ്മൾ റൂളിംഗ് എന്ന് പറയുന്നത്. സോ ഓൺ എ ബാച്ച് ഓഫ് പെറ്റീഷൻസ് ഫയൽഡ് ഇൻ ദ വെയ്ക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ആസ് എ കോൺസിക്വൻസ് ഓഫ്. സോ US ബേസ്ഡ് ഷോർട്ട് സെല്ലറിൻ്റെ ആലിഗേഷൻ, അങ്ങനെ ഒരു ആരോപണം വന്നതുകൊണ്ട് ആസ് എ കോൺസിക്വൻസ് എന്ത് ചെയ്തു? പെറ്റീഷൻ ഫയൽ ചെയ്തു. അതിന് ആ പെറ്റീഷന് റൂളിംഗ് ഉണ്ടായി, വിധി വന്നു എന്നാണ് പറയുന്നത്. സോ ആസ് എ കോൺസിക്വൻസ്, അതിൻ്റെ പശ്ചാത്തലത്തിൽ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ഷോർട്ട് സെല്ലർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, പെട്ടെന്ന് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു സ്റ്റോക്ക് മാർക്കറ്റ് വേർഡാണ്. അതായത് തൻ്റേതല്ലാത്ത ഒരു സ്റ്റോക്ക് പെട്ടെന്ന് സെല്ല് ചെയ്യുന്നതാണ് ഷോർട്ട് സെല്ലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഷോർട്ട് സെല്ലേഴ്സ്. ആലിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആലിഗേഷൻ നമ്മൾ കണ്ടിട്ടുള്ള വേർഡാണ് നേരത്തെ, ആരോപണം, ഇല്ലേ? ഇറ്റ്സ് എ റോങ് ക്ലെയിം, തെറ്റായ ഒരു ക്ലെയിം ആകാം, അല്ലെങ്കിൽ നമ്മൾ ഉറപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു ക്ലെയിം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ദർ ഇസ് ആൻ ആലിഗേഷൻ, അങ്ങനെ ഒരു ആരോപണമുണ്ട് എന്നുള്ളതാണ് അലിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വേർഡ് നോക്കിക്കോളൂ, മാൽഫീസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇല്ലീഗലായിട്ടുള്ള ബിഹേവിയറിനെയാണ് നമ്മൾ മാൽഫീസൻസ് എന്ന് പറയുന്നത്. തെറ്റായ ഒരു കാര്യം, അതിനെയാണ് നമ്മൾ മാൽഫീസൻസ് എന്ന് പറയുന്നത്. ഒരു അന്യായമായ ഒരു പ്രവൃത്തി, ഡിസോണസ്റ്റ് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ഒരു പ്രവൃത്തി, അതിനെയാണ് നമ്മൾ മാൽഫീസൻസ് എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് നോക്കുക, മാൽഫീസൻസ്. ഇൻക്ലൂഡിങ് സ്റ്റോക്ക് പ്രൈസ് മാനിപ്പുലേഷൻ. മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ്. നമ്മുടെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് നമ്മളൊരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കുന്നതിനെയാണ് നമ്മൾ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അറ്റ് ദി അഡാനിക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഹാസ് സ്ക്വയർലി, വോട്ട് യു മീൻ ബൈ സ്ക്വയർലി? സ്ക്വയർലി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി. സ്ക്വയർലി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി, ഒരു കോംപ്രമൈസും ഇല്ല. സ്ക്വയർലി ടോസ്ഡ് ദ ബോൾ. എന്താണ് ബോൾ ടോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? എന്താണ്? പന്ത് ഇങ്ങനെ തട്ടുക, അതാണ് ടോസ് ചെയ്യുക എന്ന് പറയുന്നത്. ടോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പന്ത് തട്ടുക. ബാക്ക് ടു ദി മാർക്കറ്റ്സ് റെഗുലേറ്റേഴ്സ് കോർട്ട്. മാർക്കറ്റ് റെഗുലേറ്റേഴ്സ് കോർട്ട് എന്ന് പറയുന്നത് തിരിച്ച് സെബിക്ക് തന്നെ പോയി. സോ സെബിയുടെ കോർട്ട് എന്ന് പറയുന്നത് ഇവിടെ സുപ്രീം കോർട്ടല്ല, സെബിയുടെ ഡൊമെയിൻ എന്നുള്ള അർത്ഥത്തിലാണ്. സോ തിരിച്ച് സെബിയുടെ കോർട്ട് തന്നെ വന്നു, സെബിക്ക് തന്നെ അത് തിരിച്ചു പോയി എന്നാണ് പറയുന്നത്. പെറ്റീഷണേഴ്സ് പറഞ്ഞത് സുപ്രീം കോർട്ട് അതിന് തീരുമാനമെടുക്കും എന്നാണ്. സുപ്രീം കോർട്ട് പറഞ്ഞത് എന്താ പറയുന്നത്? അത് തിരിച്ച് സെബിക്ക് തന്നെ അങ്ങ് കൊടുത്തേക്കാം എന്നാണ് പറഞ്ഞത്. സോ ഈ സെൻറ്റൻസ് വളരെ നീളം കൂടിയ ഒരു സെൻറ്റൻസാണ്. അതിൻ്റെ 4th ലൈനിലാണ് അതിൻ്റെ ഫുൾ സ്റ്റോപ്പ് വരുന്നത്. സോ ഇത് മനസ്സിലാക്കാനും കുറച്ച് പ്രയാസമാണ്. മാത്രമല്ല ഒരുപാട് വേർഡ്സ്, നമുക്കധികം പരിചയമില്ലാത്ത ഒരുപാട് വേർഡ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ ഇന്ത്യാസ് റൂളിംഗ് ഓൺ എ ബാച്ച് പെറ്റീഷൻസ് ഫയൽഡ്. എന്ത് കാരണത്താലാണ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്താണ് അലിഗേഷൻ എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ആ വിധി എന്താണ്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യാസ് റൂളിംഗ് ഹാസ് സ്ക്വയർലി ടോസ്ഡ്, ഡയറക്റ്റ്ലി നേരെ തിരിച്ച് എവിടെ പോയി? സെബിയുടെ കോർട്ടിലേക്ക് തന്നെ പോയി എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറയുന്നത്? സെൻറ്റൻസിൽ ദ കോർട്ട് ഹാസ് ഓപ്റ്റഡ് ടു സബോർഡിനേറ്റ് പെറ്റീഷണേഴ്സ് entreaties to protect larger public interest to its chariness to substitute its own wisdom over the regulatory policies of the SEBI of India. ഓക്കെ, സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ കോർട്ട് ഹാസ് ഓപ്റ്റഡ് ടു സബോർഡിനേറ്റ്. സബോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തരം താഴ്ത്തുക അല്ലെങ്കിൽ വില കുറച്ച് കാണുക. സബോർഡിനേറ്റ് പെറ്റീഷണേഴ്സ് entreaties എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഭ്യർത്ഥന, റിക്വസ്റ്റ് അഥവാ പ്ലീ എന്ന് പറയുന്നത്. സോ പെറ്റീഷണേഴ്സിൻ്റെ പ്ലീ എന്തായിരുന്നോ അതിനെ വില കുറച്ച് കണ്ടു എന്നാണ് എഡിറ്റോറിയലിൽ പറയുന്നത്. കോടതി അങ്ങനെ കണ്ടു എന്നാണ് പറയുന്നത്. ഹാസ് ഓപ്റ്റഡ് ടു സബോർഡിനേറ്റ് പെറ്റീഷണേഴ്സ് entreaties ടു പ്രൊട്ടക്റ്റ് ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ്. പെറ്റീഷണേഴ്സിൻ്റെ ഉദ്ദേശം ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം കോർട്ട് അതിനെ വകവെച്ചില്ല എന്നുള്ളതാണ്. ടു ഇറ്റ്സ് chariness ടു സബ്സ്റ്റിറ്റ്യൂട്ട്, അല്ലേ? കോടതി വളരെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ വളരെ കരുതലോടെ, അല്ലേ? കോഷ്യസ്. chariness എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോഷ്യസ് എന്നാണ്. കുറച്ച് കോഷ്യസ് ആയിട്ട് പറഞ്ഞത് എന്താണ്? ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്സ് ഓൺ വിസ്ഡം ഓവർ ദി റെഗുലേറ്ററി പോളിസീസ്. അതായത് സെബിയുടെ വിസ്ഡം ഉപയോഗിക്കുക, എന്നിട്ട് റെഗുലേറ്ററി പോളിസി മാനേജ് ചെയ്യുക. അല്ലാതെ നമ്മൾ അതിൽ കയറി ഇടപെടുന്നത് ശരിയല്ല എന്നാണ് കോർട്ട് പറഞ്ഞിരിക്കുന്നത്. നൗ അടുത്ത സെൻറ്റൻസിൽ എന്താ പറയുന്നത്? In its 46-page order, the bench headed by Chief Justice of India, D.Y. Chandrachud, is emphatic in observing that SEBI has prima facie conducted a comprehensive investigation that inspires confidence and that the facts of this case do not warrant a transfer of investigation from SEBI. Given that, prima facie, no deliberate inaction or inadequacy was found in the regulator's conduct of its probe എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ in its 46-page order, the bench headed by, so ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ബെഞ്ചിൽ ഉണ്ടായിരുന്നത്, ഹെഡ് ചെയ്തതും D.Y. ചന്ദ്രചൂഡ്, ഈസ് emphatic എന്ന് പറയുന്നത് ഊന്നി പറയുക, വളരെ ഫേം ആയിട്ട് പറയുക, വളരെ സ്ട്രോങ് ആയിട്ട് പറയുക. എന്താണ് ഒബ്സർവ് ചെയ്തത്? ദറ്റ് സെബി ഹാസ് prima facie ആണ്, പ്രൈം ഫേസി അല്ല, prima facie എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയാൽ, ഫസ്റ്റ് ഇംപ്രഷൻ, അല്ലേ? ഒരു നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പം സെബിയുടെ കാര്യം ചെയ്തു എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്. സെബി ഹാസ് prima facie കണ്ടക്റ്റഡ് എ കോംപ്രഹെൻസീവ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ദാറ്റ് ഇൻസ്പയർസ്, അത് മാത്രമല്ല, ഇറ്റ് ഇൻസ്പയർസ് കോൺഫിഡൻസ് എന്നാണ് കോർട്ട് ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ദ ഫാക്ട്സ് ഓഫ് ദിസ് കേസ് ഡു നോട്ട് വാറന്റ് എ ട്രാൻസ്ഫർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഫ്രം സെബി. അതുകൊണ്ട് തന്നെ ഇത് സെബി എന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം? ഗിവൺ ദാറ്റ് prima facie നോ ഡെലിബറേറ്റ് ഇനാക്ഷൻ. ഡെലിബറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻഷൻ അഥവാ മനഃപൂർവ്വം, ഇൻറ്റൻഷനലി, ഡെലിബറേറ്റ് മീൻസ് ഇൻറ്റൻഷനലി, മനഃപൂർവ്വമായിട്ട് ഒരു കരുതിക്കൂട്ടി ഒരു ഇനാക്ഷനോ ഒരു ഇനാഡിക്വസിയോ സെബിയുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് കോർട്ട് ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. വാസ് ഫൗണ്ട് ഇൻ ദ റെഗുലേറ്റേഴ്സ് കണ്ടക്ട്. റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ സെബി തന്നെ. റെഗുലേറ്റർ ഇസ്
a person who controls, അല്ലെങ്കിൽ an organization which control ചെയ്യുന്നതാണ്, റെഗുലേറ്റ് ചെയ്യുന്നതാണ്. പോളിസി റെഗുലേറ്റ് ചെയ്യോ അല്ലെങ്കിൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യോ, നമ്മൾ റെഗുലേറ്റർ എന്ന് പറയും. സോ റെഗുലേറ്റേഴ്സ് കണ്ടക്ട് ഓഫ് ഇറ്റ്സ് പ്രോബ്, ഇല്ല റെഗുലേറ്ററിൻ്റെ പ്രോബ്, ഇൻവെസ്റ്റിഗേഷൻ, പ്രോബ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ. സോ ആ ഇൻവെസ്റ്റിഗേഷനൊക്കെ എന്താണ്, റെഗുലേറ്റർ കറക്റ്റായിട്ട് നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു മാറ്റേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് കോർട്ട് പറയുന്നത്. സെബിയുടെ കയ്യിൽ തന്നെ നിൽക്കട്ടെ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറയുന്നത്. Strikingly, the bench has completely skirted the fundamental questions that the court appointed expert committee in its May 2023 report had opted to leave as a matter between SEBI and the court. The determination of possible violations pertaining to minimum public shareholding and the related party transactions എന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത് ബെഞ്ച് സ്ട്രൈക്കിംഗ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്, ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ഇല്ലേ, സംതിങ് അട്രാക്റ്റിംഗ് എ ലോട്ട് ഓഫ് അറ്റൻഷൻ, ശ്രദ്ധേയമായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് സ്ട്രൈക്കിംഗ്ലി. നമുക്ക് സംതിങ് സ്ട്രൈക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മൾ പെട്ടെന്ന് അതിൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോവുകയാണ്. സോ ഇതിൽ ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ബെഞ്ച് ഹാസ് കംപ്ലീറ്റ്ലി സ്കേർട്ടഡ് ദി ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞത്. സ്കേർട്ടഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മീനിങ് ഉണ്ട്, പക്ഷേ ഇവിടെ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ടു അവോയ്ഡ് എന്നുള്ള അർത്ഥത്തിലാണ്, ഒഴിവാക്കുക. വളരെ വളരെ വിദഗ്ധമായി ബെഞ്ച് എന്തോ ഒഴിവാക്കിയിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് അറ്റ് ദി കോർട്ട് അപ്പോയിൻറ്റഡ് expert committee in its May 2023 report had opted to leave as a matter between SEBI and the court. സോ ഒരു എന്തോ പോസിബിൾ വയലേഷൻസിനെ സംബന്ധിച്ചുള്ള മിനിമം ഷെയർ ഹോൾഡിങ്ങും പോസിബിൾ വയലേഷൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനേക്കുള്ള ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസൊക്കെ കോടതി അധികം ശ്രദ്ധിച്ചില്ല എന്നാണ് പറയുന്നത്. സോ ഡിറ്റർമിനേഷൻ ഓഫ് പോസിബിൾ വയലേഷൻസ് പെർട്ടൈനിങ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്, ടു ബി കണക്റ്റഡ് വിത്ത്. പെർട്ടൈനിങ് ടു മീൻസ് വയലേഷൻ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, പെർട്ടൈനിങ് ടു മീൻസ് ടു ബി കണക്റ്റഡ് വിത്ത്. സോ പോസിബിൾ വയലേഷൻസ് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിങ്ങിൻ്റെതും അതേപോലെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളത്. ഓക്കെ, ദ ബെഞ്ച് ഹാസ് ഇൻസ്റ്റഡ് സീസ്ഡ് upon prayers urging the court to direct SEBI to revoke its amendments to the foreign portfolio investors regulations and listing obligations and disclosure requirements. Amendments that were at the heart of the petitioner's submission of regulatory failure and roundly denied them on grounds that there was neither any illegality nor were the norms capricious, arbitrary or violative of the constitution എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിന് നമുക്ക് ആ ഒരു ബേസിക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ ഫോളോ ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്കിത് നോക്കിയാലോ. ഇതിലെന്താ പറയുന്നത്, പകരം ഇൻസ്റ്റഡ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഹിയർ ദ ബെഞ്ച് ഹാസ് ഇൻസ്റ്റഡ്. സോ ഇൻസ്റ്റഡ് ദ ബെഞ്ച് ഹാസ് എന്ന് പറയുന്നതിന് പകരം ഭംഗിയായിട്ട് എഴുതി ദ ബെഞ്ച് ഹാസ് ഇൻസ്റ്റഡ് സീസ്ഡ് അപ്പോൺ. സീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ഗെറ്റ് ഹോൾഡ് ഓഫ് അല്ലേ, മുറുക്കെ പിടിക്കുക. എന്താ മുറുക്കെ പിടിക്കുന്നത്, അപ്പോൺ പ്രേയേഴ്സ് ഏർജിങ് ദ കോർട്ട് ടു ഡയറക്റ്റ് സെബി ടു റിവോക്ക് ഇറ്റ്സ് അമെൻമെൻറ്റ്സ് ടു ദ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് റെഗുലേഷൻ. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം അറിയേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, നേരത്തെ സെബി ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റിഗാർഡിംഗ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് റെഗുലേഷൻസും അതേപോലെ തന്നെ ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സിനെ സംബന്ധിച്ച് കുറച്ച് അമെൻമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അമെൻമെൻറ്റ്സ് തന്നെ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷനെ പല രീതിയിൽ പ്രശ്നമുണ്ടാക്കുകയും അത് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് അത് ഹെൽപ്ഫുൾ ആവുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പെറ്റീഷനേഴ്സ് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു ദാറ്റ് ദ കോർട്ട് ഷുഡ് റിവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്, ക്യാൻസൽ ചെയ്യുക. അതായത് ഈ അമെൻമെൻ്റ് ആണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമായിട്ടും ക്യാൻസൽ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കോടതിക്ക് ഒരു പ്ലീ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഏർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൂടി മീൻ ഏർജ് എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക. സോ കോടതിയെ പെർസുവേഡ് ചെയ്യുക ദാറ്റ് കോർട്ട് ഇതെന്തായാലും റിവോക്ക് ചെയ്യണം. ഈ ഒരു അമെൻമെൻറ്റ്, 2 അമെൻമെൻറ്റ്സ് ആണ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് റെഗുലേഷൻസ് ആൻഡ് ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്.
amendments that were at the heart of the petitioner's submission of regulatory failure. സെബി അങ്ങനെ റെഗുലേറ്ററി ഫെയിലിയർ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഇങ്ങനെ 2 അമെൻമെൻറ്റ്സ് കൊണ്ടുവന്ന് അതാണ് ഈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അത് ഹെൽപ്ഫുൾ ആയി എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം കോർട്ട് പറഞ്ഞിരിക്കുന്നത് റൗണ്ട്ലി ഡിനൈഡ് ദം. കോർട്ട് പറഞ്ഞത് അങ്ങനെ അത് റിവോക്ക് ചെയ്യാൻ പറ്റില്ല. റൗണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒഫീഷ്യലി ക്യാൻസൽ. റൗണ്ട്ലി എന്ന് പറഞ്ഞാൽ ശക്തമായി, ഒഫീഷ്യലി ക്യാൻസൽ അല്ല കേട്ടോ, ശക്തമായി തന്നെ നമ്മുടെ കോർട്ട് പറഞ്ഞു. റൗണ്ട്ലി മീൻസ് വളരെ ശക്തമായി. അതുമല്ലെങ്കിൽ എംഫാറ്റിക് നമ്മൾ നേരത്തെ കണ്ടു. എംഫാറ്റിക്, വെഹമെൻ്റ്ലി, റൗണ്ട്ലി ഡിനൈ ചെയ്തു. ദാറ്റ് റൗണ്ട്ലി ഡിനൈഡ്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഡിനൈ ചെയ്തത്? ഓൺ ഗ്രൗണ്ട്സ്. എന്താ റീസൺസ് അല്ലേ? ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് റീസൺസ് ദാറ്റ് ദർ വാസ് നൈദർ എനി ഇല്ലീഗാലിറ്റി. അതിലൊരു തെറ്റുമില്ല, അതിൽ ഇല്ലീഗലായിട്ടൊന്നുമില്ല എന്നാണ് കോർട്ട് പറഞ്ഞിരിക്കുന്നത്. നോർ വെയർ ദ നോംസ്, അല്ലെങ്കിൽ ആ പറയുന്ന റൂൾസ് എന്തായിരുന്നു? അത് കാപ്രീഷ്യസ് ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. സെബി കൊണ്ടുവന്ന ആ റൂൾ എന്ന് പറയുന്നത് ദാറ്റ് വാസ് നോട്ട് കാപ്രീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംബഡി ഈസ് കാപ്രീഷ്യസ് എന്ന് പറഞ്ഞാൽ അയാളുടെ മൂഡ് എപ്പോഴെപ്പോഴും ചേഞ്ച് ചെയ്യും. അതാണ് ഈ കാപ്രീഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഹേവിയർ എളുപ്പം ചേഞ്ച് ചെയ്യും, അതായത് മനസ്സ് മാറും, അങ്ങനെ അതാണ് കാപ്രീഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റൂൾസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഫിക്കിളായിട്ടുള്ള ഒരു റൂളൊന്നും ആയിരുന്നില്ല എന്നാണ് കോടതി ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. സോ ആ റൂള് ജസ്റ്റ് ആ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഒരു കേസ് വന്നപ്പം ഉണ്ടായതായ ഒരു അമെൻമെൻ്റ് ആയിരുന്നില്ല, അങ്ങനെ കാപ്രീഷ്യസ് ആയിട്ടുള്ളതല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വേർഡ് ശ്രദ്ധിക്കുക, ആർബിട്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്ന പോലെ, ഒരു ഏകപക്ഷീയമായി ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഓർഗനൈസേഷനെ, ഒരു കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ആർബിട്രറി. ഏകപക്ഷീയമായി എന്നുള്ള അർത്ഥത്തിൽ ആണ് ആർബിട്രറി ഉപയോഗിക്കുന്നത്. റാഷണാലിറ്റി ഇല്ലാത്തത്, നോ റീസൺ, നോട്ട് റാഷണൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ അത് ഒരു കാപ്രീഷ്യസ് ആയിട്ടുള്ളതോ ആർബിട്രറി ആയിട്ടുള്ളതോ തീരുമാനമോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു രീതിയിലും അത് വയലേറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 2 അമെൻമെൻറ്റ് മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ്, റിവോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് കോടതി ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. 2 അമെൻമെൻറ്റ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് റെഗുലേഷൻസ് ആൻഡ് ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് എന്നാണ് കോടതി ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ കണ്ടിരിക്കുന്ന വേർഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോകാം. ദ റൂളിംഗ് ഹാസ് ഡൺ ലിറ്റിൽ ടു assuage investors' concerns about SEBI's approach to getting to the bottom of the allegations raised by the Hindenburg Research in its January 2023 റിപ്പോർട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഹിൻഡൻബർഗ് റിസർച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഹിൻഡൻബർഗ് റിസർച്ച് വീണ്ടും വന്നിട്ടുണ്ട്. സോ ദ റൂളിംഗ് ഹാസ് ഡൺ ലിറ്റിൽ ടു assuage എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ. നേരത്തെ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് കേട്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും എന്താണ് അസ്വേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇൻവെസ്റ്റേഴ്സിനെ അസ്വേജ് ചെയ്യാൻ, ഇൻവെസ്റ്റേഴ്സിൻ്റെ കൺസേൺസ് എങ്ങനെയാണ് പ്ലൂരൽ വരുമ്പോൾ നമ്മൾ പൊസസീവ് ഫോം ഉപയോഗിക്കുന്നത്. എസ് കഴിഞ്ഞ് ജസ്റ്റ് അപ്പോസ്ട്രോഫി എസ് ഇടുന്നില്ല. ഓക്കെ, സോ അസ്വേജ് എന്ന് പറഞ്ഞാൽ സമാധാനിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ അൺപ്ലസൻറ്റ് ഫീലിങ്സ് നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കുക, നമ്മളെ കൺസോൾ ചെയ്യുകയോ അങ്ങനെയൊന്നും തന്നെ ഈ കോടതിയുടെ ഈ വിധി, ഈ റൂളിംഗ് അങ്ങനെ ഒരു സംഭവം തന്നിട്ടില്ല. ഹാസ് ഓൾസോ ഡൺ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ഹാസ് ഡൺ ലിറ്റിൽ മീൻസ് നത്തിങ് ഹാസ് ബീൻ ഡൺ, ഒന്നും ചെയ്തിട്ടില്ല. ടു assuage സമാധാനിപ്പിക്കുക, ടു assuage investors' concerns about SEBI's approach to getting to the bottom of the allegations. Getting to the bottom എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സത്യാവസ്ഥ മനസ്സിലാക്കുക. ടു ഗെറ്റ് ടു ദ ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കുള്ള അവസ്ഥ എന്താണെന്നുള്ളത്. ടു ഗെറ്റ് ടു ദ ബോട്ടം ഇസ് ടു ഡിസ്കവർ ദി ട്രൂത്ത് അബൌട്ട് എ സിറ്റുവേഷൻ. ഡിസ്കവർ ഇല്ല, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ടു ഡിസ്കവർ ദി ട്രൂത്ത് അബൌട്ട് എ സിറ്റുവേഷൻ. ഓക്കെ, സോ അങ്ങനെ സെബിയുടെ അപ്രോച്ച് ടു ഗെറ്റിംഗ് ടു ദ ബോട്ടം ഓഫ് ദി അലിഗേഷൻസ്, ഈ ആരോപണത്തിന് എന്തെങ്കിലും കഴവുണ്ടോ, ഹിൻഡൻബർഗ് റിസർച്ച് കൊണ്ടുവന്ന ഈ ആരോപണത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് പിന്നെ സെബി അങ്ങനെ ആ അന്വേഷണം അത് നടത്തിയിട്ടുണ്ടോ, അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു ആശ്വാസവും നമുക്ക് ഈ റൂളിംഗ് തരുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന സെക്കൻഡ് പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈൻ തന്നെ പറയുന്നത്. സോ വിത്തൗട്ട് ഇലോബറേഷൻ ഓൺ എനി ഓഫ് ദി regulators' findings, the court has blandly observed that SEBI has completed 22 out of the 24 investigations into the Adani Group, and that completion of the remaining 2 are pending due to inputs being awaited from
ഫോറിൻ റെഗുലേറ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റു വേർഡ്സ് എന്താണ്? വിത്തൗട്ട് ഇലോബറേഷൻ ഓൺ എനി ഓഫ് ദി, ഒരു രീതിയിലും ഇലോബറേറ്റ് ചെയ്തിട്ടില്ല അല്ലേ, വളരെ ഡീറ്റെയിൽ ആയിട്ട്. ഇലോബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഡീറ്റെയിൽ ആയിട്ട്. അങ്ങനെ യാതൊരു ഡീറ്റെയിൽസും കൊടുക്കാതെ, റെഗുലേറ്ററിൻ്റെ ഫൈൻഡിങ്സ് ഡീറ്റെയിൽസ് ഒന്നും എടുക്കാതെ കോർട്ട് വളരെ ബ്ലാൻഡ്ലി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ബ്ലാൻഡ്ലി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വളരെ വലിയ താല്പര്യമൊന്നുമില്ലാതെ. ബ്ലാൻഡ്ലി മീൻസ് ബ്ലാൻഡ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് മിക്കവാറും ഫുഡിനാണ്. ഇപ്പോൾ ബ്ലാൻഡ് ഫുഡ്, എരിവും പുളിയൊന്നും ഇല്ലാത്ത ഫുഡിനെ നമ്മൾ ബ്ലാൻഡ് ഫുഡ് എന്ന് പറയും. വലിയ രുചിയില്ലാത്ത അതിനെയാണ് ബ്ലാൻഡ് എന്ന് പറയുന്നത്. സോ വലിയ താല്പര്യമില്ലാതെ എന്നാണ് ബ്ലാൻഡ്ലി എന്ന് പറയുന്നത്. ഒന്നും ഡീറ്റെയിൽസ് ഒന്നും അന്വേഷിക്കാതെ വളരെ ബ്ലാൻഡായിട്ട് സെബി കോടതി പറഞ്ഞിരിക്കുന്നത് സെബി 24 ഇൻവെസ്റ്റിഗേഷൻ 22 കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ബാക്കി 2 എന്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതുമാണ് പറയുന്നത്. അടുത്തത്, ദ ബെഞ്ച് ഹാസ് ഡിറക്റ്റഡ്, അടുത്ത ലൈനിൽ എന്താ പറയുന്നത്? ദ ബെഞ്ച് ഹാസ് ഡിറക്റ്റഡ് സെബി ടു കംപ്ലീറ്റ് ദീസ് എക്സ്പെഡീഷ്യസ്ലി. സോ ബെഞ്ച് എന്താണ് ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത്, എന്താണ് ഇൻസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്? ദ ബെഞ്ച് ഹാസ് ഇൻസ്ട്രക്റ്റഡ് സെബി എന്താണ്? ടു കംപ്ലീറ്റ് ദീസ് എക്സ്പെഡീഷ്യസ്ലി, വളരെ പെട്ടെന്ന്. എക്സ്പെഡീഷ്യസ്ലി എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ, ക്വിക്ക്ലി. എക്സ്പെഡീഷ്യസ്ലി, ഓക്കെ, ക്വിക്ക്ലി. വൈൽ ദ കോർട്ട്സ് റിലക്റ്റൻസ് ടു റിവ്യൂ While the court's reluctance to review the policy actions of a specialized regulator is understandable, the decision to leave the crucial question of SEBI's perceived tardiness in investigating allegations of corporate malfeasance and market manipulation by a large conglomerate back to the remit of the very same watchdog hints at a degree of judicial abstinence that may only undermine the larger public good. സോ അടുത്ത കാര്യം പറയുന്നത് ബെഞ്ച് ഹാസ് വൈൽ ദി കോർട്ട്സ് റിലക്റ്റൻസ് എന്നാണ് പറയുന്നത്. കോടതി എന്തോ തരത്തിലുള്ള റിലക്റ്റൻസ് കാണിച്ചു എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നീരസം അല്ലേ, അൺവില്ലിങ്നെസ്. കോർട്ട് ഈസ് അൺവില്ലിങ്. കോർട്ടിന് വലിയ താല്പര്യമില്ല, കോർട്ടിന് അത്ര ഒരു മനസ്സില്ലായ്മയുണ്ട് എന്തിലോ അല്ലേ. കോർട്ട് ഈസ് അൺവില്ലിങ് ടു റിവ്യൂ ദി പോളിസി ആക്ഷൻസ് ഓഫ് എ സ്പെഷ്യലൈസ്ഡ് റെഗുലേറ്റർ. ഇവിടെ എന്താണ്? സെബി. സോ പോളിസി ആക്ഷൻസ്, സോ അതിൻ്റെ ഒരു സെബിയുടെ പോളിസി ആക്ഷൻസ് എന്താണ്, അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാനൊക്കെ കോടതി ഒരു റിലക്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. ആ റിലക്റ്റൻസ് കാണിച്ചത് നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ഇതിൽ പറയുന്നത്. അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ദ ഡിസിഷൻ ടു ലീവ് ദ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് സെബീസ് പെർസീവ്ഡ് ടാർഡിനെസ്. പക്ഷേ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്താണ്? ദ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് സെബീസ് പെർസീവ്ഡ് ടാർഡിനെസ്. ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ എന്താണ്? ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെബിക്ക് ഒരു കാലതാമസമുണ്ട്. ടാർഡിനെസ് എന്ന് പറഞ്ഞാൽ വെരി സ്ലോ. ടാർഡിനെസ് എന്ന് പറഞ്ഞാൽ സ്ലോ ടു ആക്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു കാലതാമസം. ഈ പെർസീവ്ഡ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അണ്ടർസ്റ്റാൻഡബിൾ. സോ ഈ ആർക്കും ഒന്ന് നോക്കിയാലും സെബിയെ ഒന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ സെബിയെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും സെബിക്ക് എന്തോ തരത്തിലുള്ള ഒരു കാലതാമസം വരുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷനിലും കാര്യങ്ങളിലും ഒക്കെ. അതെന്തുകൊണ്ട്? അതാണ് ആ ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ കോടതി പറഞ്ഞില്ല, അല്ലെങ്കിൽ കോടതി ചോദിച്ചില്ല, സെബിയെ ക്വസ്റ്റ്യൻ ചെയ്തില്ല, അല്ലെങ്കിൽ സെബിയുടെ അങ്ങനെയുള്ള കാര്യം അന്വേഷിച്ചില്ല എന്നാണ് പറയുന്നത്. ഇൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ആലിഗേഷൻസ് ഓഫ് കോർപ്പറേറ്റ് മാൽഫീസൻസ്, എന്തിലാണ് ഈ ഒരു കാലതാമസം വന്നിരിക്കുന്നത്? ടു ഇൻവെസ്റ്റിഗേറ്റ് കോർപ്പറേറ്റ് മാൽഫീസൻസ് എന്ന് നമ്മൾ കണ്ടു അല്ലേ. കോർപ്പറേറ്റ്സ് നടത്തുന്ന ഡിസോണസ്റ്റ് ആയിട്ടുള്ളതും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ സെബി കുറച്ചൊരു കാലതാമസം വെച്ച് പുലർത്തുന്നുണ്ടോ എന്നൊരു സംശയം. അത് കോടതി അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ആൻഡ് മാർക്കറ്റ് മാനിപ്പുലേഷൻ ബൈ എ ലാർജ് കോൺഗ്ലോമറേറ്റ്, അതുമാത്രമല്ല മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു. ആരാ ചെയ്തത്? ലാർജ് കോൺഗ്ലോമറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. സോ ഇവിടെ ലാർജ് കോൺഗ്ലോമറേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെയാണ്. So conglomerate back to the remit of the very same watchdog hints at a degree of judicial abstinence. So back to the remit, ഇവിടെ ഉദ്ദേശിക്കുന്നത് remit എന്ന് പറയുന്നത് back to the domain of the very same watchdog എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിരീക്ഷിക്കുന്നതാണ് അല്ലേ. വാച്ച്ഡോഗ് എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക. ആ ഒരു ഇവിടുത്തെ വാച്ച്ഡോഗ് എന്ന് പറയുന്നത് മാർക്കറ്റുകളെ നിരീക്ഷിക്കുന്നതും മാർക്കറ്റ് മാനിപ്പുലേഷനൊക്കെ നിരീക്ഷിക്കുന്നതും ആരാണ്? സെബിയാണ് വാച്ച്ഡോഗ്.
അപ്പം ആ നിരീക്ഷണ സമിതിയിലേക്ക് തന്നെ, ആ നിരീക്ഷണ ബോഡിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഈ പറയുന്ന കോടതിയുടെ ഡിസിഷൻ അനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോവുകയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ദർ ഇസ് എ ഡിഗ്രി ഓഫ് ജുഡീഷ്യൽ ആബ്സ്റ്റിനൻസ് എന്നാണ് പറയുന്നത്. ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കാര്യം വേണ്ട എന്ന് വെക്കുന്നതിനെയാണ് ആബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് വ്രതമൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കാലത്തേക്ക് നമ്മൾ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കും. അതിനെയാണ് ആബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. ടു സ്റ്റേ അവേ, നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ജുഡീഷ്യൽ ആബ്സ്റ്റിനൻസ് ആണ്. ജുഡീഷ്യറിക്ക് എന്തോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയാണോ എന്നൊരു സംശയം വരികയാണ് നമുക്ക് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എഡിറ്റർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് മേ ഓൺലി അണ്ടർമൈൻ ദ ലാർജർ പബ്ലിക് ഗുഡ്. അപ്പം അങ്ങനെ വരുമ്പം പബ്ലിക്കിന് അത് ഉപകാരപ്പെടുന്നില്ല, അത് പബ്ലിക്കിനെ തന്നെ അത് ബാധിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് എക്സ്പ്രഷൻ എന്താ പറയുന്നത്? ലാസ്റ്റ് സെൻറ്റൻസ് എന്താ പറയുന്നത്? The court is surely aware of past instances where it has found SEBI wanting in alacrity of enforcement, efface it, flagged by the experts panel appointed in this case as well. സോ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഇത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാര്യമുണ്ട്. കാരണം നേരത്തെ സെബി എന്ന് പറയുന്നത് കോടതിക്ക് നേരത്തെ അറിയാം, is aware of. അവെയറിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷനാണ് ഓഫ് എന്ന് പറയുന്നത്. സോ സെബി ഈ പറയുന്ന കോർട്ടിന് നേരത്തെ അറിയാം, ഇസ് അവെയർ ഓഫ് ദ പാസ്റ്റ് ഇൻസ്റ്റൻസസ്. പാസ്റ്റ് ഇൻസ്റ്റൻസ് പറഞ്ഞാൽ പാസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ അറിയാം. വെയർ ഇറ്റ് ഹാസ് ഫൗണ്ട്, എപ്പോഴാണ് ഇറ്റ് ഹാസ് ഫൗണ്ട് സെബി ഇതുപോലെയുള്ള ചില സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് വാണ്ടിങ് ഇൻ അലാക്രിറ്റി. വാണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാണ്ടിങ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ്, കുറവ് എന്നാണ് അർത്ഥം. സോ വാണ്ടിങ് ഇൻ എന്ന് പറയുമ്പോൾ ലാക്ക് ഓഫ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ്, ആൻഡ് വാണ്ടിങ്ങിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ് വാണ്ടിങ് ഇൻ. സോ വാണ്ടിങ് ഇൻ എന്ന അർത്ഥം ലാക്ക് ഓഫ് എന്നാണ്, അല്ലാതെ എനിക്ക് വേണം എന്നല്ല. ഓക്കെ, സോ വാണ്ടിങ് ഇൻ അലാക്രിറ്റി. അലാക്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഉത്സാഹം അല്ലേ, ഈഗർനെസ്. ഈഗർ മാത്രമല്ല, ഒരു സ്പീഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വളരെ സ്പീഡായിട്ടും വളരെ ഉത്സാഹത്തോടെയും ചെയ്യേണ്ടതാണ്. ഒരു ഉത്സാഹക്കുറവ് എൻഫോഴ്സ്മെൻറ്റിൽ പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സെബി കാണിച്ചിട്ടുണ്ട് എന്നുള്ളതും, അങ്ങനെയുള്ള കാര്യം നേരത്തെ ഫേസറ്റ് ഫ്ലാഗ്ഡ് എന്നാണ് പറയുന്നത്. ഫേസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൺ സൈഡ്, സെബിയുടെ ഒരു വശം ഇങ്ങനെ ഒരെണ്ണമാണ്. ഫ്ലാഗ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ warned. So a facet flagged by the experts panel. So experts panel, ഈ കേസിൽ അപ്പോയിൻറ്റ് ചെയ്ത എക്സ്പേർട്സ് പാനൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് സെബി നേരത്തെ ഇതുപോലെയുള്ള പല കാര്യങ്ങൾക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഉത്സാഹക്കുറവൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം അത് സെബിയെ വാൺ ചെയ്തിട്ടുമുണ്ട്. സോ അപ്പോൾ അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെബിയുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രവൃത്തി ശരിയാണോ, അല്ലെങ്കിൽ അത് കോർട്ട് നോക്കേണ്ടതല്ലേ എന്നാണ് എഡിറ്റോറിയൽ ഇവിടെ പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അവസാനത്തെ സെൻറ്റൻസ് ഒന്ന് നോക്കൂ. വെരി ബ്യൂട്ടിഫുൾ സെൻറ്റൻസ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവസാനത്തെ സെൻറ്റൻസിൽ? ആഫ്റ്റർ ഓൾ ജസ്റ്റിസ് മസ്റ്റ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് ഇറ്റ് മസ്റ്റ് ഓൾസോ ബി സീൻ ടു ബി ഡൺ എന്നാണ് പറയുന്നത്. അല്ലേ, ജസ്റ്റിസ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്തു എന്ന് മാത്രമല്ല, അത് നടപ്പിലാക്കുന്നു എന്ന് മാത്രമല്ല, നടപ്പിലാക്കിയതായിട്ട് നമുക്ക് തോന്നുകയും കൂടി വേണം. നടപ്പിലാക്കിയാൽ മാത്രം പോരാ, പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ നടപ്പിലാക്കിയതായിട്ട് കൂടി തോന്നണം. അപ്പം അത് അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് 40 മുതൽ 40 to 45 ന്യൂ വേർഡ്സ് തന്നെയുണ്ട്. ആൻഡ് ഓൾ നമുക്ക് എക്സാം പെർസ്പെക്റ്റീവിൽ സിനണിംസും ആൻറ്റണിംസും ആയിട്ടും അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും ഒക്കെ ചോദിക്കുന്ന വേർഡ്സാണ്. അതേപോലെ തന്നെ യൂസേജസ് ലൈക്ക് വാണ്ടിങ് ഇൻ ദ വെയ്ക്ക് ഓഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വൊക്കാബുലറി മാത്രമാണ് ഇപ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. അടുത്ത
ഒരു വീഡിയോയുമായിട്ട് നമ്മൾ അടുത്തൊരു എഡിറ്റോറിയലും അതിന് വൊക്കാബുലറി ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്